നമസ്കാരം. ഞാൻ ഇന്ന് ടിവിയിലും ന്യൂസ് പേപ്പറിലെല്ലാം ഈ കോൺഗ്രസിന്റെ നേതാവും ലെഫ്റ്റിന്റെ നേതാവും പറഞ്ഞതും വായിക്കുന്നതും കേട്ടു. അവരും ഇന്നും ഈ ബൈ ഇലക്ഷനെ കുറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളോ അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. നിലമ്പൂരിന്റെ വികസനത്തെ കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. അവര് പറയുന്നത് ഇന്നും BJP RSS എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ജനങ്ങളെ പേടിപ്പിക്കാനും അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിനെ പേടിപ്പിക്കാൻ അവരൊരു ശ്രമം. ഇതില് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് നാണമൊന്നുമില്ലേ? 60 കൊല്ലായിട്ട് ജനങ്ങൾ ഇവിടെ അവസരം കൊടുത്ത് ഇവര് ഭരിച്ചതല്ലേ LDF-ഉം UDF-ഉം. 43 കൊല്ലം കോൺഗ്രസ് ഭരിച്ചതല്ലേ, 17 കൊല്ലം ലെഫ്റ്റ് ഭരിച്ചതല്ലേ, LDF അല്ലേ കഴിഞ്ഞ 9 കൊല്ലം ഭരിച്ചത്. ഇവിടെ ഒരു വികസനം നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. അതിനെ കുറിച്ച് പറയാണ്ട്, എന്ത് ചെയ്യാൻ പോകുന്നു അതിനെ കുറിച്ചൊന്നും പറയാണ്ട് ഓരോരോ നുണ പറയാ. BJP RSS അവരെ ഡീമനൈസ് ചെയ്യാനും അതിനെ കുറിച്ചൊരു വിഷം സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. ഇതിൽ പെടാൻ പാടില്ല. ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ രണ്ട് നേതാവുമാരോട്. ജനങ്ങൾക്ക് വേണ്ടത് വികസനം. അത് BJP NDA ചെയ്യും, തരും. 11 കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത കാര്യങ്ങൾ ഇവിടെയും നമ്മൾ കൊണ്ടുവരും എന്നാണ് NDA പറഞ്ഞത്, BJP പറഞ്ഞത്. അപ്പൊ ജനങ്ങൾ എങ്ങനെ വിഡ്ഢിയാക്കരുത്. 60 കൊല്ലം അത് നടന്നിട്ടുണ്ടാവും, ഇനി നടക്കില്ല. അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ ഒരു സംഘടനയാണ്, PDP എങ്ങനെ ഒരു സംഘടനയാണ്, അത് മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ വരുമ്പോൾ നമ്മുടെ നാടിനു വേണ്ടി, മൊത്തം നാടിനു വേണ്ടി ഒരു അപകടമായ ഒരു കാര്യമല്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കൂ. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട്, വോട്ടർമാരോട് എന്റെ ഒരു അഭ്യർത്ഥന, ഇവരെ നുണ, ഈ ഇലക്ഷൻ ഇവരെ നുണേനെ തകർത്താനും ഞങ്ങളെ പൊളിക്കാനും ഈ ഒരു ഇലക്ഷനായിട്ട് കാണണം. നമുക്ക് ഇനി വേണ്ടത് ഇങ്ങനെയല്ല, നുണയും ഒരു പണ്ടുള്ള ഒരു പവർ പോളിറ്റിക്സും രാഷ്ട്രീയമല്ല വേണ്ടത്. രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യുന്ന ഒരു MLAയും പാർട്ടിയും ഇവിടെ കൊണ്ടുവരാനാണ് നമ്മളെല്ലാവരും ഈ ഇലക്ഷനായിട്ട് കാണുന്നത്. അപ്പോ എന്റെ ഒരു അഭ്യർത്ഥന, ഇവര് നുണ വിശ്വസിക്കരുത്. ഇവര് നുണക്കാരാണ്. എത്രയോ കൊല്ലം നുണ പറഞ്ഞു നടക്കുന്ന ഒരു പാർട്ടികളാണ് രണ്ടുപേരും. വെസ്റ്റ് ബംഗാളിലും രണ്ടുപേരും LDF-ഉം UDF-ഉം ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോ അവര് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇവിടെ ജമാഅത്ത് ഉണ്ടെങ്കിൽ അവിടെ മറ്റൊരു PDP, ഇവിടെ അഴിമതി ഉണ്ടെങ്കിൽ അവിടേക്കും ഉണ്ട് അഴിമതി, ഇവിടെ വികസന വിരുദ്ധ രാഷ്ട്രമാണെങ്കിൽ അവിടെ വികസന വിരുദ്ധ രാഷ്ട്രമാണ്. ഒരു നല്ല ഭാവി സൃഷ്ടിക്കണം. മാറാത്തത് ഇനി മാറണം എന്ന് വാക്ക് പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. NDA സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഒരു അഭ്യർത്ഥന.